നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. മുൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ മുൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റി ഇരിങ്ങാലക്കുട സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, ജനറൽ സെക്രട്ടറി വിനു ആന്റണി അക്കരക്കാരൻ, ഷിൻസ് വടക്കൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മാണാത്ത്, ശരത് ദാസ് എന്നിവർ നേതൃത്വം നൽകി. എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ മുൻ MLA യും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുമായിരുന്ന ആർ ബിന്ദു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഒരു അശ്ലീല ചെവിയുള്ള ഒരു വീഡിയോ പ്രചരിപ്പിക്കേണ്ടായത്. AI വീഡിയോ ആണ്, നിർമ്മിത വീഡിയോ ആണ്. അതൊരു വ്യാജ വീഡിയോ, ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിച്ച് നമ്മുടെ ഒരു ഇത്ര പദവിയിലിരുന്നൊരു വ്യക്തി, അവരൊരു അധ്യാപിക കൂടിയായിരുന്നു. ആ ഒരു വ്യക്തി ഒട്ടും സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലേക്കൊരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഏറ്റവും നിലവാരം കുറഞ്ഞൊരു പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് താന്നിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിനെതിരെ നടപടിയെടുത്ത് ഈ മുൻ മന്ത്രിക്കെതിരെ ഒരു നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പരാതി കൊടുത്തത്. അപ്പോൾ പരാതിയുടെ ഭാഗമായിട്ട് ഇനി അതിന് അന്വേഷണങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ പരാതിയിൽ കൊടുത്ത് അതിൻ്റെതായ രീതിയിലൊരു മാറ്റങ്ങൾ വരുത്തില്ല, അല്ലെങ്കിൽ നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും യൂത്ത് കോൺഗ്രസ് അതിനൊക്കെ മുകളിലത്തെ അധികാരികളെ കണ്ട് പരാതി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളുടെ അതിൻ്റെ പേരിൽ പരാതിയുടെ ഓഫീസർക്ക് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടാണ് വന്നത്. ഇരിങ്ങാലക്കുട ഢാണ ചന്തക്കുന്ന് റോഡ് വികസനം ഉടൻ പൂർത്തിയാക്കാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത KSTP പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് നിർദ്ദേശം. സുഗമമായ യാത്രയ്ക്ക് ഢാണാവിലും ചന്തക്കുന്നിലും ആവശ്യമായ സിഗ്നൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ കാന നിർമ്മിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ഒഴുകുന്ന വെള്ളത്തെ തിരിച്ചു വിടണമെന്നും മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ശാഖാ റോഡുകളിലേക്കുള്ള ഉയരം ക്രമീകരിക്കണമെന്നും തോമസ് ഉണ്ണിയാടൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൈപ്പാസ് റോഡിന്റെ അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കാനും തുടർന്ന് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സണും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLAയ്ക്കൊപ്പം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ റിന്ന, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM മനോജ്, സൂപ്പർവൈസറി കൺസൾട്ടന്റ് ചെന്നയ്യ, ലൈസൺ ഓഫീസർ സന്തോഷ്, സേഫ്റ്റി ഓഫീസർ റിൻസ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TR റാബിയ, അസിസ്റ്റന്റ് എഞ്ചിനീയർ MF ബിനീഷ്, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത ഭായ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു സീരിയസ് ആയ വർക്ക് നമുക്ക് നടത്താൻ കഴിയും. പക്ഷെ അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ നമുക്കൊരു പൂർത്തീകരണത്തിലേക്ക് പൂർണ്ണമായി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്രയും വേഗം എത്തിക്കണം. അവിടെ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതകളോ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് നമുക്ക് തീരുമാനിച്ച് അത് ഭംഗിയാക്കി നമുക്ക് തുറന്നു കൊടുക്കും പൂർണ്ണമായി. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഗൗരവമായിട്ടുള്ള ചില നടപടികൾ ആവശ്യമായതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരും കൂടി ഒന്ന് വരണമെന്ന് എനിക്കൊന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഞാൻ തുറന്ന് പറയാം. ഇപ്പോഴും നമുക്കൊരു ടൈം പറയാൻ പറ്റുന്നില്ല, എന്ന് കഴിയുമെന്ന് പറയാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ നഗരസഭാ പ്രദേശത്തുള്ള പ്രോബ്ലം രണ്ട് സൈഡിലും കാനിയുണ്ടായിരുന്ന റോഡാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ നഗരസഭയുടെ ബൗണ്ടറി നെല്ലൂർ പാലം മുതൽ ഈ കോമ്പാറ ഇറക്കം വരെ നമ്മുടെ നടവരമ്പ് വാസപ്പടി വരെ രണ്ട് സൈഡിലും ഡ്രെയിൻ ഉണ്ടായിരുന്ന ഒരു റോഡാണ്. നിങ്ങളുടെ വർക്ക് വന്നപ്പോൾ കുറേ ഡ്രെയിനുകൾ ഇല്ലാണ്ടായി. ഡ്രെയിൻ ഇല്ലാണ്ട് വരുമ്പോൾ ഞങ്ങളിപ്പോൾ പബ്ലിക് നേരിടുന്ന പ്രശ്നം നിങ്ങളുടെ റോഡ് ലെവൽ ഹൈറ്റ് കൂടുതലാണ്. ഈ റോഡിലെ ഓവർഫ്ലോ വെള്ളം മുഴുവൻ
താഴ്ത്തിക്കുന്ന വീടുകളിലേക്ക് ട്രെയിനിൻ്റെ അകത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം. പിന്നെ സൈക്കിൾ പരിശോധിച്ചാൽ ട്രെയിനിനകത്ത് കാരണം കൊണ്ട് വീടുകളിലേക്ക് വെള്ളം പോകും. നമ്മുടെ വെള്ളം ട്രെയിനിൻ്റെ അകത്ത് കാരണം കൊണ്ട് ട്രെയിനിൽ പോകുന്നത് നേരെ വീടുകളിൽ പോയി അവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുക. മുൻ മന്ത്രിയും MLAയുമായിരുന്ന ലോനപ്പൻ നമ്പാടന്റെ ചരമവാർഷികം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് CPIM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SNS ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം TG ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ KP ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ MLA പ്രൊഫസർ KU അരുണൻ, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, ഏരിയ കമ്മിറ്റി അംഗം ജയൻ അരിമ്പ്ര എന്നിവർ പ്രസംഗിച്ചു. അതിനുശേഷം അദ്ദേഹം മരണപ്പെടുന്നത് വരെ ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിൽക്കുകയും പല ഘട്ടങ്ങളിൽ അദ്ദേഹം നിയമസഭാംഗമെന്നതിലെയും ലോകസഭാംഗമെന്നതിലെയും ഒക്കെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. സവിശേഷതയാർന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. നമ്മുടെ ഭാഷയുടെ കാലത്ത് മലയാള ഭാഷയ്ക്ക് വേണ്ടി ശക്തമായി വാദിച്ച ഒരാളാണ്. ഞാൻ നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ കമ്മിറ്റിയിലായിരുന്നു. അവിടെ ഭാഷ നിയമസഭയിലുള്ള ഘട്ടത്തിൽ ഞാൻ ആ കമ്മിറ്റിയിലെ നിയമസഭാ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഔദ്യോഗിക ഭാഷാ കമ്മിറ്റി നിരന്തരമായി ഇരിക്കുന്നത് നമ്മുടെ ഭരണ സംവിധാനത്തിൽ മലയാള ഭാഷ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള EMS ഗവൺമെന്റാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളമായി പ്രഖ്യാപിക്കുന്നത്. പക്ഷെ പ്രഖ്യാപനം അത് നടന്നെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിൽ കേരളത്തിൽ മലയാള ഭാഷയ്ക്ക് അവഗണന നേരിടുന്നത് സർക്കാരിൽ നിന്ന്, ഭരണ സംവിധാനങ്ങളിൽ നിന്ന്, കോടതികളിൽ നിന്ന് എല്ലാം മലയാള ഭാഷയ്ക്ക് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം അജൈവ മാലിന്യ ശേഖരണത്തിനായി ഇരിങ്ങാലക്കുട നഗരസഭ വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VC വർഗീസ്, പ്രവീൺസ് ഞാറ്റുവെട്ടി, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ബേബി S, നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. LSSCM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഇരിങ്ങാലക്കുട ഉപജില്ലാ തലത്തിൽ CS ശ്രീ പാർവണ 1ാം സ്ഥാനത്തിന് അർഹയായി. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് LP സ്കൂൾ വിദ്യാർത്ഥിനിയായ ശ്രീ പാർവണ ഇരിങ്ങാലക്കുട ചേലൂർ വീട്ടിൽ സുനിൽകുമാറിന്റെയും സുജിതയുടെയും മകളാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിങ്ങാലക്കുട നോർത്ത് ഈസ്റ്റ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. P. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ KK ചാക്കോ, ബ്ലോക്ക് സെക്രട്ടറി ജോസ് AT, യൂണിറ്റ് സെക്രട്ടറി വത്സല കുമാരി, മേരി PD എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് ഈ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ തന്നെ മാവിൽ കയറിയിട്ടുണ്ടാവും. മാവുമ്മ കയറിയ ആരൊക്കെ ഇന്നിഞ്ഞ് പോയിട്ട് കയറൊന്നും വേണ്ട. പക്ഷെ നമ്മൾ അന്ന് മാവിൽ കയറി, പ്ലാവിൽ കയറി, മാങ്ങ പൊട്ടിച്ച് അവിടെ ഇരുന്ന് തിന്ന ഒരു കാലഘട്ടം അല്ലെ. ചക്ക, അത് മുകളിൽ ഇരുന്ന് ചക്ക, പഴച്ചക്ക അങ്ങനെ തന്നെ തിന്ന ഒരു കാലഘട്ടം. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് നമുക്കറിയുള്ളൂ, ഇത് മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല. ആ ഒരു കാലഘട്ടത്തിലൂടെ പോയവരൊക്കെയാണ് നമ്മൾ. പക്ഷെ ഇനി കാലം മാറി, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴ നേരത്തെ ചാക്കോ മാഷ് പറഞ്ഞ പോലെ മഴയൊക്കെ പ്രത്യേകതയാണ്. കാരണം പെയ്യുമ്പോൾ ഒരു ജാതി മഴ, അത്രയധികം വെള്ളമാണ് മഴയത്ത് വരുന്നത് അല്ലെ. വെള്ളത്തിൽ വളരെ ചൂടാണെങ്കിൽ മഴയത്തും നല്ല ചൂട്. കാലാവസ്ഥയിൽ വലിയ മാറ്റം വന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതിനൊക്കെ പരിഹാരമൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറയും. അവരുടെ അറിവും അവരുടെ കഴിവും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കുക. ഏതായാലും നമ്മുടെ ഉത്തരവാദിത്വം ഒരു തൈ നടുക എന്നുള്ളത്. ഒരു തൈയെങ്കിലും നമുക്ക് നടാൻ സാധിക്കും. ഒരു തൈയെങ്കിലും നമ്മുടെ മക്കളെ, നമ്മുടെ ചെറുമക്കളുടെ ജന്മദിനത്തിലൊക്കെ എങ്കിലും ഒരു തൈ നടാൻ നമ്മൾ നടണം. ഒരു തൈ നട്ട് അത് പരിചരിക്കണം,
അതുപോലെ വെള്ളത്തെ പാഴാക്കാതെ സംരക്ഷിക്കുക. ഇപ്പൊ ഈ മഴയത്ത് നല്ലോണം വെള്ളമുണ്ടെങ്കിലും പക്ഷേ നമ്മൾ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ? എല്ലാവരും പറയും ശുദ്ധമാണ്, ഞാൻ പറയും ശുദ്ധമല്ല. കാരണം ഞാൻ ഇരിങ്ങാലക്കുടയിലെ 10 കിണറുകളിലെ വെള്ളം പരിശോധിച്ചു, 10നും തക്കോസ മാലിന്യം. 2 ഗ്രാമപഞ്ചായത്തുകളിലെ 500 കിണറ്റിലെ വെള്ളം പരിശോധിച്ചപ്പോൾ അതിൽ 250 കിണറ്റിലെ വെള്ളത്തിന് തക്കോസ മാലിന്യം. എന്റെ കയ്യിലുള്ള കണക്കുകളാണ്. അപ്പൊ വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം സോപാന സംഗീത കലാകാരി ആശ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ കൺവീനർ രവി കണ്ണൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് R ബാലകൃഷ്ണൻ പ്രസംഗിച്ചു. യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ സ്വാഗതവും യൂണിയൻ ഭരണസമിതി അംഗം സോമൻ ചിറ്റേത്ത് നന്ദിയും പറഞ്ഞു. അവിട്ടത്തൂർ LBSM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം സ്കൂൾ മാനേജർ AC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസഫ് അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക രജനി ശ്രീ, NS മാനേജ്മെന്റ് പ്രതിനിധി KK കൃഷ്ണൻ നമ്പൂതിരി, അധ്യാപിക രമ K മേനോൻ എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.